ഫെലിക്സിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. അവിടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ചൂരൽമലയെ സംബന്ധിച്ച്, ദുരന്തമുഖത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർമ്മാണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുണ്ടക്കൈയിൽ നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ്. മൃതദേഹങ്ങളൊക്കെ ഇപ്പുറത്തേക്ക് റോപ്പ് വഴിയാണ് എത്തിക്കുന്നത്. താൽക്കാലിക പാലമൊക്കെ മുങ്ങിപ്പോയി വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഫെലിക്സ് തുടരുന്നുണ്ട്. ഫെലിക്സ് പറയൂ. നിർമ്മാണം അത് ഈ ഒരു വെല്ലുവിളി, അത് മഴ എന്ന വെല്ലുവിളിയാണ്. ആ മഴ എന്ന വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് അത് വളരെ രീതിയിൽ തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം കൊണ്ടുപോകാൻ സൈന്യത്തിന് കഴിയുന്നുണ്ട്. എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെ ഈ ജലനിരപ്പ് കുറയിൽ ഉയരുന്നത് അത് ഈ രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ റോപ്പ് കെട്ടിയാണ്, അതായത് റോപ്പ് കെട്ടിയ ശേഷമാണ് ഈ രോഗികളെയും ഒപ്പം തന്നെ മരിച്ചവരെയും ഒക്കെ തന്നെ ആ മലയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ ഒഴുക്ക് അതിശക്തമാകുന്നത് അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും രക്ഷാദൗത്യം നാളത്തോടുകൂടി ഏറ്റവും പൂർണ്ണഗതിയിൽ എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ജില്ലാ ഭരണകൂടം പങ്കുവയ്ക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നാളത്തോടു കൂടി ഡെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണതോതിൽ അത് പൂർത്തിയാക്കാൻ കഴിയും. അത് ഗതാഗത യോഗ്യമാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മറ്റു സ്ഥലത്തേക്ക്, അതായത് മറുകരയിലേക്ക് എത്തി അവിടെ എത്തി അവിടുത്തെ രക്ഷാ ദൗത്യം അതിവേഗം പൂർത്തിയാക്കാൻ കഴിയും. അവിടെ ഇതുവരെയും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ യന്ത്ര സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് മറുകരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. 2 മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഇതിനോടനുബന്ധിച്ച് പുഴ കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ 2 മണ്ണ് യന്ത്രങ്ങൾ ആ ഡാമിൽ വളരെ പെട്ടെന്ന് എല്ലാ സൗകര്യങ്ങളും തീർച്ചയായും ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിൽ സൈന്യത്തിന്റെ പാലത്തിന്റെ നിർമ്മാണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ഇതിനിടയിൽ ഒരു കാര്യം കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വയനാട്ടിലുള്ളവരുടെയാണ്. മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജില്ലാ കളക്ടറുടെ അറിയിപ്പാണ്, വയനാട് കളക്ടർ നൽകിയ അറിയിപ്പാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ കളക്ടർ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പാലം നിർമ്മാണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ചുരൽമലയും മുണ്ടക്കയും സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. മുണ്ടക്കയിൽ നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. ജീവന്റെ മൃതദേഹങ്ങൾ ഒരുപാടുണ്ട്. നിരവധി സന്നദ്ധ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നതുൾപ്പെടെ നിരവധി പേർ മുണ്ടക്കയിലുണ്ട്. അവരെ എല്ലാവരെയും ഇക്കരെ എത്തിക്കണം എന്നുള്ളതാണ്